3ാം ക്ലാസ്സിലെ മലയാള പാഠഭാഗം നേരിട്ടറിയാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുകയാണ് കോഴിക്കോട്ടെ ഒരു സ്കൂൾ. കഥാകാരനെ നേരിട്ടെത്തിച്ചും പലഹാരങ്ങൾ നിരത്തിയുമാണ് ക്ലാസ് മുറിയിൽ അപ്പാണ്യം ഒരുക്കിയത്. ഗുഡ് മോർണിംഗ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണ് അപ്പോൾ മാഷ് താഴെ നിങ്ങൾക്ക് കുറച്ച് പലഹാരങ്ങളുടെ പരിപാടിൻ്റെ അതൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് കുറച്ച് പലഹാരമൊക്കെ തരണമെന്ന് വിചാരിച്ചു. പലഹാരം ഇഷ്ടമല്ലേ? അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് പലഹാരത്തിൻ്റെ ഒരു പാഠം എടുക്കാമെന്നല്ലേ. നല്ല 2 പലഹാര കൊതിയന്മാരായ നിങ്ങളെപ്പോലെയുള്ള ഉറുമ്പുകളുടെ കഥയാണ് അല്ലേ. ആ ഉറുമ്പുകളുടെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ചോണനും മണിയനും. അവര് പൊന്നാനിയിലേക്ക് പോവുകയാണ്. എന്തിന്? അപ്പാണ്യം കാണാനും പലഹാരങ്ങൾ വാങ്ങാനും. വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരായിരുന്നു ചോണനും മണിയനും. ഒരു ദിവസം ചോണൻ ധൃതിയിൽ എവിടേക്കോ പോണത് മണിയൻ കണ്ടു. എങ്ങോട്ടാണ് ഇവൻ ഇങ്ങനെ ഓടുന്നത്? മണിയൻ പിറകെ ചെന്നു. പലഹാരക്കൊതിയന്മാർ പാഠം 3ാം ക്ലാസ്സുകാരെ പഠിപ്പിക്കുമ്പോൾ മുട്ടസുർക്കയും മുട്ടമാലയുമെല്ലാം ചേർന്ന അപ്പാണ്യം പലർക്കും പരിചയമില്ല. എങ്കിലത് കഥാകാരൻ തന്നെ പറയട്ടെ എന്ന് അധ്യാപകരും കരുതി. അങ്ങനെ കഥാകാരൻ വിജയൻ കോതമ്പത്ത് പൊന്നാനിയിൽ നിന്ന് പലഹാരങ്ങളുമായി കോഴിക്കോട്ടെ ജിനരാജദാസ് ALPSലെത്തി. കഥ രചിക്കാനിടയായ സാഹചര്യം കുട്ടികളോട് വിവരിച്ചു. പൊന്നാനിയിൽ നിന്ന് വലിയങ്ങാടിയിലാണ് ഈ 2 ഉറുമ്പുകൾ. ആ ഉറുമ്പുകളുടെ പേരെന്താ? മണിയനും ചോണനും. ചോണൻ ഒരു യാത്രാ പ്രിയനാണ്. ഒരു യാത്ര ചെയ്യാനാണ് ഇതിന്റെ ഭയങ്കര ഇഷ്ടം. മണിയന് ഭക്ഷണപ്രിയനാണ്. സഞ്ചാരപ്രിയനും തീറ്റപ്രിയനുമായ 2 ഉറുമ്പുകൾ പൊന്നാനിയിലെ അപ്പാണ്യത്തിന് പോവുകയാണ്. സംശയങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ കുട്ടികൾ പലവിധ പലഹാരങ്ങൾ കൊണ്ട് ക്ലാസ് മുറിയിൽ ഒരു അപ്പാണ്യവും ഒരുക്കി. നമ്മളിപ്പോൾ പാഠം പറഞ്ഞു കൊടുക്കുമ്പോൾ അധ്യാപകർ പറയുന്നതിനേക്കാളും അത് എഴുതിയ ആൾ പറയുമ്പോൾ കുറച്ചും കൂടെ അവർക്കൊരു നേരെ അനുഭവമാക്കുക. അപ്പോൾ സാധാരണ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇത് കഴിഞ്ഞ വർഷം പുതുതായി മാറി വന്ന ടെക്സ്റ്റാണ്. അപ്പോൾ ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ ഈ അപ്പാണി എന്താണെന്നും അത് കുട്ടികളെ അവരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ഈ വർഷം മുഴുവൻ ഞങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പുതുതലമുറയ്ക്ക് പരിചിതമല്ല അപ്പാണ്യമെങ്കിലും ജിനരാജദാസിലെ കുഞ്ഞുങ്ങൾക്ക് അപ്പാണ്യം എന്നാൽ വിവിധ പലഹാരങ്ങൾ നിരത്തുന്ന അപ്പവാണിഭമാണെന്ന തിരിച്ചറിവ് കൂടി സമ്മാനിച്ചു അധ്യാപകർ. മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.